Hi friends, Assalamu alaikum. Welcome back to my channel THAHI'Sbakeworld. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. അത് വേറെ ഒന്നല്ല, നല്ല ആൽമണ്ട് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്വിസ് റോൾ ആണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഈ സ്വിസ് റോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അൾക്കർ എന്ന ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മേരി ബിസ്ക്കറ്റോ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ എടുക്കാവുന്നതാണ്. 200 ഗ്രാം ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിനി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഈ ബിസ്ക്കറ്റിനും ഏകദേശം ഒരു മേരി ബിസ്ക്കറ്റിൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പകരം മേരി ബിസ്ക്കറ്റും ഉപയോഗിക്കാവുന്നതാണ്. ബിസ്ക്കറ്റൊക്കെ ഇവിടെ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫൈൻ പൗഡറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ കൊക്കോ പൗഡറും ബിസ്ക്കറ്റ് പൗഡറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മെൽറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണിത്. അതിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ തന്നെ നമ്മളെ സ്വിസ് റോളിന് ലഭിക്കും. ഇനി ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഞാൻ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒഴിവാക്കുക. വെറും 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ കൊക്കോ പൗഡർ മാത്രമായാലും മതി. കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ചൊരു മധുരത്തിന് 1 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കും. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ, കൂടുതൽ മധുരം വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പാലും ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ല ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു മാവാക്കിയിട്ട് ഇത് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്ത് അങ്ങനെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ആൽമണ്ട് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക്, ഇതും കൂടി ചേർത്ത് നന്നായി ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ആൽമണ്ടും കോക്കനട്ടൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ് തന്നെയാണിത്. നല്ലൊരു ആൽമണ്ട് ഫ്ലേവറും റാഫല്ലോ ഫ്ലേവറൊക്കെ ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണിത്. മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഇനി ബിസ്ക്കറ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ആ മാവൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പറും റോളർ എടുത്തിട്ടുണ്ട്. റോളർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബട്ടർ ഉപയോഗിച്ച്
മാവ് ഇതിലേക്ക് വെച്ചൊന്ന് പരത്തിയെടുക്കാം. നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെല്ലെ റോൾ ചെയ്ത് കൊടുക്കണം. ബട്ടർ പേപ്പറോട് കൂടി തന്നെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബട്ടർ പേപ്പറുകൾ തന്നെ ഒന്നിങ്ങനെ കവർ ചെയ്ത് കൊടുത്ത് സൈഡൊക്കെ ഒന്നിങ്ങനെ കവർ ചെയ്യാം. ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ നല്ല അടിപൊളി സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് ഫ്ലേവറും ആൽമണ്ട് ഫ്ലേവറും കോക്കനട്ട് ഫ്ലേവറൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്വിസ് റോളാണിത്. ഇതിന് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 4 മണിക്കൂറേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ ഇങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.